കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഗ്യാപ്പ് റോഡിൽ വീണ്ടും സാഹസികമായ കാർ യാത്ര. തമിഴ്നാട് സ്വദേശികളാണ് യാത്ര നടത്തിയത്. ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന് ലഭിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. വാർത്തയുടെ വിശദാംശങ്ങൾ ബിനീഷ് ആന്റണി നൽകും. ബിനീഷെ, ഇതെന്താണ്? കാരണം ഇന്നലെ രണ്ട് തവണ ഇത്തരത്തിൽ നമുക്ക് വാർത്ത നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരവും രാത്രിയിലും ഒക്കെ തന്നെ വീണ്ടും അത് ആവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ്. എങ്ങനെയൊക്കെയാണ് അവിടെ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടിക്രമങ്ങൾ നടക്കുന്നത്? ഭദ്ര, മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടികൾ ശക്തമായി തന്നെ തുടരുമ്പോഴും ഗ്യാപ്പ് റോഡ് അടക്കമുള്ള സ്ഥലങ്ങളാണ് ഈ വാഹന വകുപ്പ് കൃത്യമായ ഒരു പരിശോധന നടത്തുന്നത്. എന്നാൽ ഇന്നലെ മാട്ടുപ്പെട്ടി അടക്കമുള്ള സ്ഥലങ്ങളാണ് വാഹനങ്ങൾ ഈ അപകടമായ രീതിയിൽ ഈ തലയും ഉടലും പുറത്തിട്ട് യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഇന്നലെ കുട്ടികളടക്കം ഇത്തരത്തിൽ യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിൽ എത്തിച്ചിരുന്നത്. ഏതായാലും വലിയ അപകടമായ രീതിയിൽ തന്നെയാണ് ഇന്നലെയും യാത്ര തുടരുന്നത്. ഏതായാലും ഈ രണ്ട് വാഹനങ്ങൾക്കെതിരെയും നമുക്ക് നടപടി സ്വീകരിച്ചു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഏതായാലും ഇന്ന് അല്പം മുമ്പാണ് ഈ ആനയിറങ്ങലിനും പെരിയകനാലിനും ഇടയ്ക്ക് ഈ തമിഴ്നാട് ടി എൻ രജിസ്ട്രേഷൻ 63 BB 2993 എന്ന കാറിൽ യുവാക്കൾ ഈ സാഹസിക യാത്ര നടത്തിയത്. ഈ ദൃശ്യങ്ങൾ നാട്ടുകാർ പകർത്തുന്നത് കണ്ടതോടെ ഈ സാഹസിക യാത്ര അവസാനിപ്പിച്ചു. ഏതായാലും വാഹന വകുപ്പ് ഇന്നും ഗ്യാപ്പ് റോഡ്, മാട്ടുപ്പെട്ടി അടക്കമുള്ള സ്ഥലങ്ങളിൽ പരിശോധന കർശനമാക്കും എന്ന് തന്നെയാണ് ഇന്നലെ പ്രതികരിച്ചത്. ഏതായാലും ഈ വാഹനത്തിനെതിരെ നടപടി ഉണ്ടാകും. കാരണം നിരവധി ആളുകളാണ് ഈ ഈ ഗ്യാപ്പ് റോഡിലൂടെ കടന്നു വരുമ്പോൾ കോടമഞ്ഞ് ആസ്വദിക്കുവാനായി ഈ വാഹനത്തിന് പുറത്ത് ഉടലും തലവിട്ട് ഇത്തരത്തിൽ യാത്ര ചെയ്യുന്നത്. ആ യാത്ര മിക്കവാറും അപകടങ്ങളിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് തന്നെയാണ് വാഹനവകുപ്പ് കൃത്യമായ ഒരു ബോധവൽക്കരണവും ഈ പരിശോധനയും തന്നെ ശക്തമാക്കി തുടരുന്നത്. ഏതായാലും ഈ വാഹനത്തിനെതിരെ ശക്തമായ ഒരു നടപടി ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഭദ്ര, ബിനീഷ, മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇതിപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള, അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ പോലും ഇത്തരത്തിൽ കാണിക്കുന്നുണ്ട്. വ്യക്തമായിട്ടുള്ള ഒരു ബോധവൽക്കരണം നൽകുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ശാശ്വതമാണോ? കാരണം ഓരോ ദിവസവും ഇത്തരത്തിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വാർത്ത നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. തീർച്ചയായിട്ടും ഈ തമിഴ്നാടും കർണാടക പ്രദേശങ്ങളും ഏറ്റവും കൂടുതൽ വരുന്ന ഒരു പ്രദേശം കൂടിയാണ് മൂന്നാറും ഗ്യാപ്പ് റോഡ് അടക്കമുള്ള മേഖല. ഇവർക്ക് കൃത്യമായ ഒരു ബോധവൽക്കരണം കിട്ടാത്തത് കാരണമായിരിക്കാം ഇവർ വീണ്ടും ഈ പ്രവർത്തനം വീണ്ടും ആവർത്തിക്കുന്നതെന്ന് തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം തന്നെ ഈ എൻഫോഴ്സ്മെന്റ് RTO വ്യക്തമാക്കിയത് വിവിധ തരത്തിലുള്ള ബോർഡുകൾ, അതായത് വിവിധ ഭാഷകളിലുള്ള ബോർഡുകൾ സ്ഥാപിക്കും. ഇത്തരത്തിൽ അപകട യാത്ര നടത്തുന്നവർക്ക് കർശന നടപടികൾ സ്വീകരിക്കാനുള്ള ബോർഡുകൾ സ്ഥാപിക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ RTO പ്രതികരിച്ചത്. അത്തരത്തിലുള്ള ഒരു ബോർഡുകൾ സ്ഥാപിക്കാൻ തന്നെ ഉടനെ സ്ഥാപിക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ കൂടാതെ ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ തന്നെ ഈ വരുന്ന തമിഴ്നാട് സ്വദേശികൾക്കും കർണാടക സ്വദേശികൾക്കും ഇത്തരത്തിൽ അപകട യാത്ര ചെയ്യുന്നവർക്ക് നടപടി സ്വീകരിച്ച് ഇവർക്ക് ഒരു ബോധവൽക്കരണം നൽകും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയുന്നത്. ഏതായാലും ഈ കാറിനെതിരെയും അതോടൊപ്പം തന്നെ ഇനി വരുന്ന വാഹനങ്ങൾക്കെതിരെ ഇത്തരത്തിൽ അപകട യാത്ര ചെയ്യുന്നവർക്കെതിരെയും കർശനമായ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് മോട്ടോർ വകുപ്പിന്റെ ഒരു തീരുമാനം. അതോടൊപ്പം തന്നെ ഈ ഏകദേശം നാട്ടുകാർക്കും ഈ ഒരു ബോധവൽക്കരണം ലഭിച്ചതിനെ തുടർന്നാണ് നാട്ടുകാർ തന്നെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചത്. ഈ പകർത്തുമ്പോൾ തന്നെയാണ് ഇവർ ഈ സാഹസിക യാത്ര അവസാനിപ്പിച്ചത് എന്ന് വേണം പറയാൻ. ഏതായാലും നാട്ടുകാരും കൂടുതലായി തന്നെ ബോധവൽക്കരമായി ആയിട്ടുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഭദ്ര, അതെ, വ്യക്തമാണ്. എന്തായാലും ആളുകൾക്ക് അപകടം പറ്റരുത് എന്നുള്ളൊരു ആഗ്രഹം, അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കം തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും നടക്കുന്നത്. നാട്ടുകാരും ഇപ്പോൾ ബോധവൽക്കരണവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ് ഗ്യാപ്പ് റോഡിൽ നമ്മൾ കാണുന്നത്. എന്തായാലും ഇത്തവണ തമിഴ്നാട് സ്വദേശികളാണ്. എന്തായാലും ഇവർക്കെതിരെയും നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബിനീഷാണ് വിശദാംശങ്ങൾ നൽകുന്നത്.